ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ പോയത് ചിട്ടുകാട്ടിലേക്കാണ്. അതായത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അവിടെ ഇന്ന് തുമ്പോളി മാതാവിൻ്റെ പെരുന്നാളാണ്. നമ്മൾ ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി എന്ന സ്ഥലത്താണ്. നാനാജാതി മതസ്ഥരെ ഒത്തുകൂടുന്നൊരു പെരുന്നാളാണ്. ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും ഒരുപാട് പരിപാടികളും കാര്യങ്ങളായിരിക്കും. അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ജ്യൂസൊക്കെ ആദ്യം കുടിച്ചേ. ചേച്ചിമാരെന്തോ പണിയിലൊക്കെയാണ്. ഞാൻ ചെന്നപ്പോൾ തന്നെ ആദ്യം കയറിയത് അടുക്കളയിലേക്കാണ്. പെരുന്നാൾ സ്പെഷ്യൽ എന്താണെന്നല്ലേ നമ്മൾക്കറിയേണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും പിള്ളേരെല്ലാവരും കളിയിലായി. കാരണം അവരുടെ വീട് ബീച്ച് സൈഡാണ്. അതാണ് പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ചേച്ചി വേറെന്തോ പണി ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ എല്ലാ പാത്രവും പൊക്കി പൊക്കി നോക്കുമോ എന്തൊക്കെയാണ് ഇരിക്കണേന്ന്. പിന്നെ ചിക്കൻ ഇല്ലാത്ത പരിപാടിയില്ല. ചിക്കൻ നമുക്ക് മസ്റ്റാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പിള്ളേരൊക്കെ ആയിട്ട് അവിടേക്ക് ഇരുന്ന് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനൊക്കെ പോയേ. അതിൻ്റെ ഇടയിൽ ചേച്ചിയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ അമ്മായച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനും ചേച്ചിയും ചേട്ടന്മാരും എല്ലാവരും കൂടെ ഇന്ന് ഫുഡ് കഴിച്ചു. ബാക്കിയുള്ളവരൊക്കെ എല്ലാം അവരുടെ കലാപരിപാടിയിലേക്ക് കടന്നേ. പിള്ളേരെല്ലാവരും ഫോണുമായിട്ട് അവിടെ കുത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ചേട്ടൻ ചെന്ന് വഴക്കിട്ടേ, ഫോണിൽ കളിക്കേണ്ട മതിയെന്നും പറഞ്ഞ് വഴക്കിട്ട് അവന്മാരെ ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചേ. പിന്നെ ഞങ്ങൾ ചേട്ടന്മാരൊക്കെ ആയിട്ട് എന്തോ കാര്യത്തെ വർത്തമാനവും പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പള്ളിയിൽ പോകുമ്പോൾ എങ്ങനെ പോകണം, നടന്നു പോകണോ വണ്ടിയിൽ പോകണോ എന്നൊക്കെയാണ് ഞങ്ങളുടെ ചർച്ച. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബീച്ച് സൈഡ് വീടായതുകൊണ്ട് ഞങ്ങളെപ്പോഴും കടപ്പുറം വഴി നടന്നാൽ പോവാറ്. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളും കണ്ട് പോവുകയും ചെയ്യാം, പെട്ടെന്ന് പള്ളിയിലേക്ക് എത്തുകയും ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ കാത്തിരുന്ന് തുമ്പുളി മാതാവിൻ്റെ നടയിലെത്തിയേ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. കാരണം പെരുന്നാൾ ദിവസമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ, ഒരുപാട് സ്ഥലത്തു നിന്നാണ് ആളുകൾ മാതാവിൻ്റെ അടുത്തേക്ക് വരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അവിടെ തന്നെ നിന്ന്. പിള്ളേരൊക്കെ ആകെപ്പാടെ ബഹളമായി തുടങ്ങി. ഒരു സാധനം മേടിച്ച് കൈ കൊടുക്കുമ്പോൾ അടുത്തതിന് വാശി പിടിക്കും, അത് കഴിയുമ്പോൾ വേറെ ഒന്നിന്, ഇങ്ങനെ ബഹളമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് സംസാരിച്ച് വീട്ടിൽ പോകാനുള്ള പ്ലാനൊക്കെ ഇട്ട്. കാരണം ഞങ്ങൾ അവിടെ പിള്ളേർ വെച്ച് പണയം വെക്കില്ലെങ്കിൽ അതുപോലത്തെ അവസ്ഥയിലായതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേഗം തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് ഓർത്തേ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരുടെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. കൂട്ടത്തിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിടുന്ന ഓരോ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എല്ലാ വീഡിയോക്കും കമൻറ്റ് ചെയ്യണേ.